നമസ്കാരം. പ്രധാന വാർത്തകൾ. പുരുഷ പീഡനം നടക്കുന്ന കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് NCP മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉഴവൂർ വിജയൻ. ജൂൺ 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം. തൊടുപുഴയിൽ എക്സൈസ് വകുപ്പ് നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. DCC നേതൃത്വത്തിൽ 29-ന് തൊടുപുഴയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. പുരുഷ പീഡനം നടക്കുന്ന കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് NCP മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉഴവൂർ വിജയൻ. സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ് ജോസ് തെറ്റയിലിനെതിരെ ഹാജരാക്കിയ CD തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ പണം മുടക്കിയ MLA-മാരെയും മന്ത്രിയെയും സംബന്ധിച്ച തെളിവുണ്ടെന്നും അത് ഇപ്പോൾ ഹാജരാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ തട്ടിപ്പ് വിവാദത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണം എന്നാവശ്യപ്പെട്ട് ജൂൺ 28-ന് NCP സംസ്ഥാന നേതാക്കൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഏകദിന സത്യാഗ്രഹം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിപാത അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും ചില ഭരണകക്ഷി MLA-മാരും ശ്രമിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. രാജിവെക്കുന്നതിന്റെ കൂടെ ഗണേശനും PJ കുര്യൻ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും പിന്നെ ഇവിടുത്തെ പാറശാല MLA-യും ഒക്കെ രാജിവെക്കുന്നു. അവർക്ക് മാത്രമായി ഒരു സദാചാരം ഞങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. LDF-ന് ഒരു പ്രത്യേക രീതി, അതാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തെറ്റേന് രാജിവെക്കാൻ ഇന്നലെ LDF പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കേസ് വരട്ടെ. ഒരു പെണ്ണ് നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുക, എന്നിട്ട് അതിന്റെ കമ്പ്യൂട്ടറിലൊക്കെ പല പല വേലകൾ ചെയ്യുക. ഇപ്പൊ ഞാനത് കൃത്യമായി കണ്ട കാര്യമില്ല. ഏതായാലും യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ അതൊക്കെ തന്നെ നിൽപ്പുണ്ട്. ആ CD കിട്ടിയാൽ അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. അവരെന്നും സമരമാണ്. CD തരൂ. അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അത് കൊണ്ട് നടന്ന് വിൽക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിന് പറ്റിയ ആളുകളാണ് ഇന്ന് കോൺഗ്രസിലുള്ളത്, UDF-ലുള്ളത്. അതുകൊണ്ട് പുരുഷന്മാരെ കണ്ടമാനം പീഡിപ്പിക്കുന്ന ഒരു നിലയും പാടില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നിയമത്തിൽ തന്നെ അതിന് ഒരു പഴുത്. ഇത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ തരത്തിലേക്ക് ഈ നിയമത്തെ വളച്ചൊടിച്ച് പോകുന്നത് ശരിയല്ല. ജൂൺ 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം. മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാഹനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പതിപ്പിക്കുന്ന സ്റ്റിക്കറുകളുടെ പ്രകാശനം എക്സൈസ് CI ടോമി ജേക്കബ് നിർവഹിച്ചു. തുടർന്ന് ബസ് സ്റ്റാൻഡിലെ വാഹനങ്ങളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിലും ഈ ദിനം ഒരേ സമയം ആചരിച്ചു വരുന്നുണ്ട്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും അതിൻ്റെ വ്യാപനവും പല സാമൂഹിക പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ റാക്കറ്റുകളുടെ പ്രവർത്തനം ലോകത്തിലെ പല രാഷ്ട്രങ്ങളുടെയും ഭരണക്രമത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പല സ്ഥലത്തും നടക്കുന്നത്. അതുകൊണ്ട് പല രാഷ്ട്രങ്ങളും അവരുടെ ഭരണത്തെ നിലനിർത്താൻ തന്നെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പശ്ചാത്തലത്തിലാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ആചരിക്കുന്നതിനായിട്ട് യുണൈറ്റഡ് നേഷൻസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് നമ്മളും കേരള എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലും ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാകുന്നതിനും ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ, വ്യക്തിജീവിതം ധന്യമാക്കൂ എന്ന സ്ലോഗൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദിനത്തിൻ്റെ ഭാഗമായി പൊതുവാഹനങ്ങളിലും മറ്റും ചെറിയ സ്റ്റിക്കറുകൾ ഒട്ടിച്ച് അവബോധം ഉണ്ടാക്കുന്ന ഭാഗമായിട്ടുള്ള എക്സൈസ് വകുപ്പിൻ്റെ കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ എക്സൈസ് വകുപ്പ് ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിന സെമിനാർ സംഘടിപ്പിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ MJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CI ടോമി ജേക്കബ്, എക്സൈസ് ഇൻസ്പെക്ടർ CK സുനിൽ രാജ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷിബു മാത്യു, സ്കൂൾ ഹെഡ് മാസ്റ്റർ വർഗീസ് TJ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വ്യക്തി മദ്യം കഴിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ മാത്രമല്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നു.
ആദ്യം അവനെ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സോ ഏതെങ്കിലും തരത്തിലുള്ള വിധത്തിലേക്ക് വശപ്പെട്ടു പോയി അവനൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഗഞ്ചാവ് വലിച്ചു അല്ലെങ്കിൽ ബീഡി അല്ലെങ്കിൽ സിഗരറ്റ് അതല്ലെങ്കിൽ ഹാൻസ് പാൻപരാഗ് പോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ കഴിച്ചു. അവൻ ആദ്യം ഒരു ആസ്വദിച്ചു കഴിക്കും. 1-2 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് അവൻ അത് കഴിക്കാതെ പറ്റാത്ത അവസ്ഥയിലേക്ക് പതുക്കെ നീങ്ങിപ്പോയി. അത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയാണ്. അതാണ് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുക. രാവിലെ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കും. ശരിയല്ലേ? നമ്മളെല്ലാ ദിവസവും 10 മണിക്ക് കിടക്കുന്ന വ്യക്തിയെ 10 മണിയാകുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും. അപ്പൊ 6 മണിക്ക് എഴുന്നേൽക്കും, 10 മണിക്ക് ഉറങ്ങും. അതല്ല നമ്മൾ വീണ്ടും മാറ്റി നമ്മൾ 11 മണിക്കാക്കി നമ്മുടെ ഷെഡ്യൂൾ ഒരു 3-4 ദിവസം നമ്മൾ അട്ടിപ്പിച്ച് 11 മണിക്ക് വെച്ചു. 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ആദ്യത്തെ 1-2-3-4 ദിവസത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നാച്ചുറലി നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സമയത്ത് എഴുന്നേൽക്കണം. ജനസേവനത്തിനുള്ള UN അവാർഡിന് അർഹനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തരംതാണ പദപ്രയോഗത്തിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും അച്യുതാനന്ദനും അപഹാസ്യരായി തീരുമെന്ന DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. തൊടുപുഴയിൽ ബ്ലോക്ക് കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂൺ 29-ന് തൊടുപുഴയിൽ നടക്കുന്ന DCC രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ഡലതല യോഗങ്ങൾ 26-27 തീയതികളിൽ നടക്കും. ജൂലൈ 20-ന് ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗം തൊടുപുഴയിൽ ചേരും. PT തോമസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് TJ ജോസഫ് അധ്യക്ഷനായിരുന്നു. ഒരു കാലത്തും ഇല്ലാത്തത്ര യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലക്കാരനായ ഗുരുപ്രസാദ് സ്വാമി എന്ന് പറയുന്ന ശിവഗിരി മഠത്തിലെ ഒരു സ്വാമി അടക്കം നിരവധി മലയാളികളടക്കം ഈ അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും അവരെയൊക്കെ രക്ഷിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രിയും നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കഴിയാവുന്നത്ര കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാം. യൂത്ത് കോൺഗ്രസിൻ്റെ ഓരോ ബ്ലോക്ക് കമ്മിറ്റിയോടും 25,000 രൂപ വെച്ച് ദുരിതാശ്വാസത്തിന് അയച്ചു കൊടുക്കാൻ പറയുകയും കേരളത്തിൽ നിന്ന് മാത്രം 140 യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലത്തിൽ നിന്നായി 25,000 രൂപ വീതം അവിടെ ലഭിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അറിയപ്പെടുന്ന ഏക യുവജന നേതാവ്. ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും എല്ലാ സംസ്ഥാനത്തും എല്ലാ കേന്ദ്രഭരണ പ്രദേശത്തും ജനങ്ങൾ അറിയുന്ന ഒരു പഞ്ചായത്ത് തലത്തിലെങ്കിലും ആളുകൾ അറിയുന്ന ഒരു നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനമായ വലിയൊരു മുന്നേറ്റമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ നേട്ടം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ നിരവധി പ്രശ്നങ്ങളുമായാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെങ്കിലും അടുത്ത കാലത്തുണ്ടായ ചില രാഷ്ട്രീയ സംഭവവികാസങ്ങളും സമവാക്യങ്ങളുണ്ടായ മാറ്റവും LK അഡ്വാനിയും നരേന്ദ്രമോദിയും തമ്മിലൊക്കെ ഉണ്ടായ തർക്കങ്ങളുമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് രണ്ടും നമ്മൾ അതേപോലെ തന്നെയാണ് കാണുന്നത്. കാരണം ബാബർ മസ്ജിദ് തകർക്കാൻ നേതൃത്വം നൽകിയ ആളാണ് LK അഡ്വാനിയെങ്കിൽ ഹിറ്റ്ലർക്കും അതുപോലെ തന്നെ സ്റ്റാലിനും മാവോസേതൂങ്ങിനും ശേഷം ഏറ്റവും വലിയ നരഹത്യ നടത്തിയിട്ടുള്ള ലോക ചരിത്രത്തിലെ പല കിരാത ഭരണകർത്താക്കളുടെയും പട്ടികയിലാണ് നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് NCP ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ K രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. മാണി കുരുവിള, അനിൽ കൂവപ്ലാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രമുഖരായ നേതാക്കൾ സംസാരിക്കും. പങ്കെടുക്കുവാനും വിലയിപ്പിക്കുവാനും നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് വിലകി മത്സരം ഓർമ്മപ്പെടുത്തുകയാണ്. കളികളിൽ പെയ്യുന്ന കാലവർഷക്കൊടുകയെ നൂറുകണക്കിന് കുടുംബം നാശിച്ച് കോൺഗ്രസ് പാർട്ടി അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ പല സമരങ്ങളും പല പാർട്ടികളും നടത്തുന്ന സമരങ്ങളും
രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങൾ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പ്രാദേശിക താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടുള്ള സമര കാര്യങ്ങളൊക്കെയാണ്. അതും ആവശ്യമാണ്, ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം പരമപ്രധാനമായ പ്രശ്നമാണ് പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസ പ്രശ്നം. നിങ്ങൾക്കറിയാം, ഇവിടെ ഡോക്ടർ രാജഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപമാനമാണ്. അച്ഛനെയും അമ്മയും അച്ഛ അമ്മ എന്ന് വിളിച്ചാൽ അതൊരു മോശപ്പെട്ട കാര്യമാണ്. ഡാഡി മമ്മി എന്ന് വിളിച്ചാൽ അതൊരു അന്തസ്സാണ് എന്ന നിലയിൽ ചിന്തിക്കുന്ന കാരണവന്മാരും കുട്ടികളും സമൂഹവും ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്റെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, അതേപോലെ തന്നെ അവന് ഇംഗ്ലീഷേ പറയുള്ളൂ വീട്ടിൽ, അവൻ മലയാളമേ പറയില്ല എന്ന് പറയുന്നത് ഒരു വലിയ അന്തസ്സായി എടുക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്, പേര് തന്നെ പറയാൻ അല്പം പ്രയാസമുണ്ട്, അദ്ദേഹം ആകെ പറയുന്നത് അധ്യാപകരെ പച്ച ബ്ലൗസ് ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. പച്ചക്കറിക്ക് വില കൂടിയില്ല എന്ന് ചോദിച്ചാലും അദ്ദേഹം പറയുന്നത് പച്ച ബ്ലൗസ് ധരിച്ചാൽ മതി എന്നാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടമാണ് അവരുടെ ലക്ഷ്യം. എവിടെയെങ്കിലും ഒരു ഓലക്കെട്ടിടം ഉണ്ടാക്കി ഒരു സ്കൂളിന് സാങ്ഷൻ വാങ്ങിച്ചിട്ട് അത് എയ്ഡഡ് സ്കൂൾ എന്ന് വരുത്തി തീർത്തിട്ട് തൊടുപുഴയിലും പാലായിലുമുള്ള ആളുകളെ, പണക്കാരായ ആളുകളെ അവിടെ വിളിച്ചു വരുത്തി അതിൽ പാർട്ടിയും ജാതിയും ഒന്നും നോക്കിയല്ല, പൈസ ആരാണോ കൂടുതൽ കൊടുക്കുന്നത്. KV കോസലദാസ് അനുസ്മരണം തൊടുപുഴയിൽ നടന്നു. അർമൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം എസ് സീതിലാൽ ഉദ്ഘാടനം ചെയ്തു. UTUC ജില്ലാ പ്രസിഡന്റ് MN അനിൽ അധ്യക്ഷനായിരുന്നു. CJ മത്തായി, KK മോഹനൻ, M വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അസംഘടിത മേഖലയിലെ ഈറ്റത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അങ്ങനെയുള്ള ഫോറസ്റ്റ് വർക്കേഴ്സ്, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഉണ്ടാക്കി സമരം ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം CITയിലെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ബോർഡിലെ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാവ് അവിടെ ഒന്ന് പ്രസംഗിക്കുകയുണ്ടായി. എതിർ പാളയത്തിൽ നിൽക്കുന്ന ഒരു ട്രേഡിംഗ് യൂണിയൻ നേതാവായിട്ടൂടെ അദ്ദേഹം പറഞ്ഞത്, അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്ന് ഞങ്ങള് KSEBയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളുടെ അവകാശങ്ങളുടെ സിംഹഭാഗവും നേടിത്തന്നത് സഖാവ് കോസൽ രാമദാസ് ആണ് എന്ന കാര്യം തുറന്നു പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് യാതൊരു പ്രക്ഷോഭങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായി. ശരിയാണ്, അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായതിന്റെ പേരിലല്ല അദ്ദേഹം കോൺഫറൻസുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ഇന്ന് പറയുന്നത് വ്യക്തിപരമായ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായതിന്റെ പേരിൽ. അതോടൊപ്പം ഒരിക്കലും പത്തനംതിട്ട ചെന്ന് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ശരണം വിളിക്കായിരുന്നു. പിന്നെ നോക്കിയാണ് അപ്പോ ഫാന് കാലം നോക്കിയോണ്ട് ഞാൻ പറയുന്നത് ഫാൻ നേരെ ബസ്സിൽ തന്നെ നോക്കുന്ന അയ്യപ്പനോട് എന്താ സ്വാമി പ്രശ്നം. അപ്പം എനിക്ക് തോന്നി ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ശബരിമല നടന്നത് ഇപ്പൊ മണി 10:30 ഞങ്ങൾ ഈ രാവിലെ വരെ ഈ വണ്ടിയായി വിട്ടു കൊടുക്കാൻ 40 പേരുണ്ടെങ്കിൽ വണ്ടി വിട്ടു കൊടുക്കണമെന്നാണല്ലോ. അപ്പൊ അത് ഒന്ന് 2 വണ്ടി അയച്ചു കഴിഞ്ഞു. ഇവിടെ വണ്ടി വിടാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് സൂക്ഷിച്ച് മറുപടി പറയണമെന്ന് പറഞ്ഞതാണ്. തുടർച്ചയായ അവധി ദിവസങ്ങൾക്ക് ശേഷം ക്ലാസ് നടന്നെങ്കിലും തൊടുപുഴയിലെ സ്കൂളുകളിൽ ഹാജർ നില കുറവായിരുന്നു. ജില്ലയിൽ തൊടുപുഴ താലൂക്കിലെ മലയോര പഞ്ചായത്തുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് കുട്ടികൾ ഹാജരാകുന്നതിന് തടസ്സമായത്. തെറ്റായി വന്ന മാധ്യമ റിപ്പോർട്ടും ആശയക്കുഴപ്പം വർദ്ധിക്കാനിടയാക്കി. കേന്ദ്ര സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ജൂൺ 28-ന് തൊടുപുഴയിൽ ജയിൽ നിറയ്ക്കൽ സമരം നടത്തും. സമരം സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുരുഷ പീഡനം നടക്കുന്ന കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് NCP മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉഴവൂർ വിജയൻ.
ജൂൺ 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം. തൊടുപുഴയിൽ എക്സൈസ് വകുപ്പ് നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. DCC നേതൃത്വത്തിൽ 29-ന് തൊടുപുഴയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.